മോദി സർക്കാരിന്റെ ലേബർ കോഡ് എത്രത്തോളം തൊഴിലാളി വിരുദ്ധമാണെന്ന് ആ ലേബർ കോഡ് പ്രാബല്യത്തിൽ വന്ന ആ സമയം മുതൽ തന്നെ CITU ആവട്ടെ ഇടതുപക്ഷമാവട്ടെ വളരെ കൃത്യമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെതിരെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും എല്ലാവർക്കും അത് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് സ്വന്തം മെയിൽ കൊള്ളുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത്. അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ തൊഴിൽ വകുപ്പ് സെക്രട്ടറിയുടെ യോഗം ഇന്ന് ചേരുകയാണ്. രാവിലെ 11 മണിക്ക് എറണാകുളത്താണ് യോഗം ചേരുന്നത്. യോഗത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട ജീവനക്കാർ ആശങ്കകളും ആവശ്യങ്ങളും അറിയിക്കും. ഈ കോറോ ഹെൽത്ത് കമ്പനി പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുമില്ല. അർച്ചനയുണ്ട് നമ്മളോടൊപ്പം വിശദ വിവരങ്ങളുമായി. അർച്ചന, ഗുഡ് മോർണിംഗ്. ഈ കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ചർച്ച നടത്തണം, അല്ലെങ്കിൽ ചർച്ച നടത്തി തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ ഇന്നലെ ബിന്ദു കൃഷ്ണ തൊഴിൽ വകുപ്പ് മന്ത്രി പ്രതികരിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ യോഗം ചേരുന്നു എന്ന് പറയുന്നു. പക്ഷേ യോഗത്തിൽ ഈ കമ്പനി അധികൃതർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത വരുത്തുവാൻ സാധിക്കുന്നില്ല. തൊഴിലാളി വിരുദ്ധ നിലപാട് സർക്കാരും തുടരുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കുവാൻ. ഈ ഒരു ജസ്റ്റ് ഒരു പ്രതികരണത്തിൽ മാത്രം വകുപ്പ് മന്ത്രി മാറി നിൽക്കുമ്പോൾ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഗുഡ് മോർണിംഗ്. ഇന്ന് 11 മണിക്കാണ് എറണാകുളത്ത് ലേബർ കമ്മീഷന്റെ ഈ യോഗം ചേരുന്നത്. ഇതിലേറ്റവും പ്രധാനമായും കമ്പനി പങ്കെടുക്കുമോ എന്നത് കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം ഇതുവരെ അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിസ്സഹകരണം തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ജീവനക്കാരുമെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. തൊഴിൽ കമ്മീഷന്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ തൊഴിൽ വകുപ്പുമൊക്കെ അവരെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അവരെ ലഭ്യമല്ല. എന്തായാലും ഇന്ന് 11 മണിക്ക് എറണാകുളത്ത് യോഗം ചേരുകയാണ്. തൊഴിലാളികൾ അവരുടെ പ്രശ്നങ്ങളും ഒപ്പം ആശങ്കകളും എല്ലാം തന്നെ ഈ യോഗത്തിൽ പറയും. അതിനുശേഷം 10-ാം തീയതിയാണ് തൊഴിൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. ഏറ്റവും പ്രധാനമായും സിന്ധു സൂചിപ്പിച്ചതുപോലെ ലേബർ കോഡ് തൊഴിലാളികളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഇത് തുറന്നു കാട്ടപ്പെടുന്നത്. കാരണം അത്രമാത്രം ജോലി നഷ്ടപ്പെട്ട് 800-ലധികം ജീവനക്കാരെ ഒരുമിച്ച് പിരിച്ചുവിട്ട് ആകെ പ്രതിസന്ധിയിലായൊരു അവസ്ഥയിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇവരൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും മുന്നോട്ട് എന്നൊരു ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. കാരണം ഒറ്റയടിക്കാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പുമില്ലാതെ, മറ്റൊരു ജോലി നോക്കാനുള്ള സാവകാശമില്ലാതെ, വെറും ഒരു സാമ്പത്തിക നഷ്ടം എന്ന് വെറുതെ ഒരു വാക്കാൽ പറഞ്ഞ് ഇത്തരത്തിൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. അതിലവർ പ്രധാനമായി കാണിച്ചത് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ടുള്ള നിയമമാണ്. എന്നാൽ കേരളത്തിൽ അത് ഇതുവരെ നടപ്പിലാക്കാത്ത സ്ഥിതിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. ആ അനുമതി ഇല്ലാതെ ഇത്തരത്തിൽ, അതായത് 800-ലധികം ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള നിയമം നിലവിൽ ഇവിടെയില്ല. പക്ഷേ അവർ മറ്റ് സ്ഥലങ്ങളിലെ, അതായത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡിലെ നിയമങ്ങളനുസരിച്ചാണ് ഇത്തരത്തിൽ ഈ തൊഴിലാളികളോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും 800-ലധികം ജീവനക്കാരെയാണ് കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നുമായിട്ട് ഇത്തരത്തിൽ പിരിച്ചുവിട്ടത്. അതിലേറ്റവും കൂടുതലുള്ളത് കൊച്ചിയിലാണ്. 500-ലധികം ജീവനക്കാർ കൊച്ചിയിലുണ്ട്. അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. നോയിഡയിലുമൊക്കെ വലിയ രീതിയിൽ തൊഴിലാളികളുണ്ട്. ഏറ്റവും പ്രധാനമായും വലിയ രീതിയിൽ ചൂഷണം ഈ കോറോ ഹെൽത്ത് എന്ന കമ്പനി നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ മറ്റിടങ്ങളിൽ ചെറിയ തുകയ്ക്ക് അല്ലെങ്കിൽ ചെറിയ ശമ്പളത്തിന് അമിത ജോലിഭാരമാണ് അവിടെ അടിച്ചേൽപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോഴേക്കും സ്ഥിതി മറ്റൊന്നാണ്. കാരണം ഇവിടെയുള്ളവർ കൃത്യമായി പ്രതികരിക്കും. ഈ അധിക സമയം എന്നതിനെതിരെ അവർ വലിയ രീതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഇത് തൊഴിൽ വകുപ്പിനും തൊഴിൽ സെക്രട്ടറിക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമൊക്കെ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ജീവനക്കാരെ, അതായത് സ്ത്രീകളടക്കമുള്ള ആളുകളെ 10 മണിവരെയാണ്, രാവിലെ എത്തിയവരെ 10 മണിവരെയാണ് ജോലി ചെയ്യിപ്പിച്ചിരുന്നത്. എന്നാൽ അതിന് അധിക ശമ്പളം നൽകണമെന്ന് ഇത്തരത്തിൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് 7 മണിവരെയാക്കി ഈ സമയം ചുരുക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ പെർഫോമൻസ് പോരാ എന്ന് പറഞ്ഞ് പലരെയും ചെറിയ കാലയളവിൽ, അതായത് കരാറിൽ പറയുന്ന കാലയളവ് പോലും പൂർത്തിയാകാതെ ആളുകളെ പിരിച്ചുവിടുന്നുണ്ട്. അങ്ങനെ യാതൊരു മുന്നറിയിപ്പും യാതൊരു നിയമം ചട്ടങ്ങളും പാലിക്കാതെയാണ് ഇതുവരെ ഈ കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ എല്ലാ തെളിവുകളും അല്ലെങ്കിൽ ഈ ജീവനക്കാർ തന്നെ നമ്മോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇന്ന് നടക്കുന്ന യോഗം വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് അവർ കാണുന്നത്. പക്ഷേ ഈ ജീവനക്കാർ, കമ്പനി അധികൃതർ പങ്കെടുക്കില്ല എന്നത് വലിയ ആശങ്കയാണ്. കാരണം ഈ ഒത്തുതീർപ്പിന് എത്തേണ്ടത് പ്രധാനമായും ഈ കമ്പനി അധികൃതരാണ്. അവരെത്താതെ ഈ ചർച്ച അല്ലെങ്കിൽ ഒത്തുതീർപ്പ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആശങ്കയിലായിരിക്കുകയാണ്. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വരുന്ന 10-ാം തീയതി യോഗം ചേരുന്നുണ്ട്. അത് വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നത്. കാരണം CITU ഇടതുപക്ഷ സംഘടനകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. മാത്രമല്ല ജീവനക്കാരും തങ്ങൾക്ക് നീതി ലഭിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ
സമ്മർദ്ദം മൂലം ഇപ്പോൾ യോഗം ചേരാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ കമ്പനി അധികൃതരെ സർക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടോ, ഈ യോഗത്തിലെങ്കിലും അവർ പങ്കെടുക്കുമോ എന്ന കാര്യം ഇതുവരെ സർക്കാരിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആർക്കോ അറിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് 11 മണിക്ക് തന്നെ എറണാകുളത്ത് യോഗം ചേരും. പെരുവഴിയിലായ കുറേ മനുഷ്യരുടെ ജീവിതങ്ങളാണ്, തൊഴിലാളികളുടെ ജീവിതമാണ്, പലയിടങ്ങളിൽ നിന്നായി വന്ന് താമസിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇവരൊക്കെ എങ്ങോട്ട് പോകുമെന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. എന്തായാലും അവരുടെ ആശങ്കകൾ എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. അത് യോഗത്തിലോ അല്ലെങ്കിൽ ഇനി വരുന്ന യോഗത്തിലോ ചർച്ചയാകപ്പെടും, അല്ലെങ്കിൽ ഈ കമ്പനി അധികൃതർ അർത്ഥത്തിലുള്ള നീക്കത്തിലേക്ക് പോകും എന്നെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവർ എന്തായാലും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ന് 11 മണിക്കാണ് എറണാകുളത്ത് യോഗം തുടരുന്നത്. അർച്ചന, ഒരു കാര്യം കൂടി, നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തുന്ന ഒരു വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു കാര്യം, നമ്മൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തൊരു കാര്യം, കേന്ദ്രം നടപ്പിലാക്കി സംസ്ഥാനം എന്നാൽ അതിൽ ഒരു ഇടത് സർക്കാർ തന്നെ അതിനകത്തൊരു വ്യത്യസ്തമായ നിലപാടാണ് എടുത്തിരുന്നത്. അങ്ങനെ കേരളത്തിൽ അത് നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുപോലും ഒരു വ്യക്തതയില്ലാതെ ഒരു അമേരിക്കൻ കമ്പനി അവരുടെ കേരളത്തിലെ തൊഴിലാളികളിൽ ഇത്തരത്തിലൊരു കടത്തപരമായ ഒരു നിലപാടെടുക്കുമ്പോൾ സർക്കാർ ഇവിടെ നിഷ്ക്രിയരാകുന്നു. എന്തും ആർക്കും എവിടെയും എങ്ങനെയും വന്ന് പ്രതികരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കേരളത്തിൽ ഇന്ന് എല്ലാവർക്കുമുണ്ട്. അവിടെ സർക്കാർ അതിനെ നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കേണ്ട സർക്കാർ നിഷ്ക്രിയരായിരിക്കുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമായി മാറുകയല്ലേ ഈ ഒരു സംഭവം? പ്രധാനമായും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡ് അത് തന്നെയാണ് ഇവിടെ വില്ലനായിരിക്കുന്നത്. കാരണം തൊഴിലാളികളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഈ ലേബർ കോഡ് എന്ന് നേരത്തെ തന്നെ പറയുകയും അതിനെതിരെ സമരവും പ്രതിഷേധവും എല്ലാം തന്നെ നടന്നു വരികയും ചെയ്യുന്നതാണ്. CIT ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. അത് ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. മാത്രമല്ല, ഈ ഒരു സംഭവം ഇവിടെ നടന്നാൽ അതിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വെറും ഒരു അതായത് മറ്റ് സ്ഥലങ്ങളിൽ നടപ്പിലാക്കുന്ന ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച അത്തരം ഒരു കാര്യങ്ങൾ നടപ്പിലായാൽ അല്ലെങ്കിൽ ഈ കൂട്ടപ്പിരിച്ചുവിടലിന് അനുമതി കൊടുത്താൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ഇങ്ങനെ നടന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വലിയ രീതിയിൽ പിരിച്ചുവിടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള അപകടാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഒരു അടിത്തറയുമില്ലാത്ത രീതിയിലേക്ക് ഈ കോർപ്പറേറ്റ് കമ്പനികൾ മാറുന്നു എന്നതിൻ്റെയൊക്കെ വസ്തുതയാണ് ഈ ലേബർ കോഡ് നിയമം ഇത്തരത്തിൽ പലയിടങ്ങളിലായി നടപ്പിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തൊഴിലാളികളുടെ ജീവിതത്തെ അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധ സമീപനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകും. മാത്രമല്ല, ഒരുപാട് കൊച്ചിയിലടക്കം നിരവധിയായ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെയെല്ലാം ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ്. അവർക്കൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള പോക്ക്. അതിൽ ഇടപെട്ടില്ലെങ്കിൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും കേരളം പോവുക, ഇവിടുത്തെ കോർപ്പറേറ്റ് ജീവനക്കാർ പോവുക. സിന്ധൂരി.